بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم صدق الله العلي العظيم. الله سبحانه وتعالى നമ്മൾ ചെയ്ത ഇബാദത്തിൽ നമ്മൾ സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. അല്ലാഹു അവരുടെയും നമ്മളുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. നോറുന്ന പുകയുന്ന പ്രശ്നങ്ങളോട് കൂടെയാണ് ഈ സദസ്സിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാഹു എല്ലാവർക്കും സമാധാനം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും റാഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിച്ച് മരണം ഹൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മുന്നാദ നബിയെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. അതിനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുദീർഘമായി ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഒരു നസീഹത്ത് എന്നുള്ള നിലക്ക് അങ്ങനെയാണല്ലോ ഓരോ സദസ്സ് പിരിയുമ്പോൾ ഒരു ഇൽമ് പറഞ്ഞു കൊടുക്കാതെ സദസ്സ് പിരിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളെ അപേക്ഷിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരുടെ സമ്മതം വേണമെന്നാണ്. ഒരു കാര്യത്തിൽ സമ്മതം വേണ്ട. സ്വലാത്തിന് സദസ്സിക്ക് വരാൻ സമ്മതം വേണം. മജ്‌ലിസിനുള്ള സദസ്സിലേക്ക് വരാൻ ഭർത്താക്കന്മാരുടെ സമ്മതം വേണം. ഇൽമിന്റെ സദസ്സിലേക്ക് വരാൻ ഭർത്താക്കന്മാരുടെ സമ്മതം വേണ്ട. നാഫിയ ഇൽമ പഠിക്കണം. അതുകൊണ്ടിട്ടാണ് നമ്മുടെ മഹാരഥന്മാര്, നമ്മുടെ ഹൈദരലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകൾ മജ്‌ലിസിനോട് കഴിഞ്ഞിട്ട് നസീഹത്ത് കൊടുക്കാൻ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നുള്ള നിലക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ള നസീഹത്ത് കൊടുക്കുന്നത്. ഒന്നിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി ജീവിതത്തിൽ മാറ്റാൻ പറ്റുന്ന ആളുകളൊക്കെ മാറ്റുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാവിലൂടെ വരുന്ന വിപത്തുകൾ എന്നുള്ള വിഷയമാണ്. നാവിലൂടെ ഒരുപാട് വിപത്തുകൾ വരും. നമ്മൾ മനസ്സിലാക്കുന്ന മാതിരിയല്ല. പല തെറ്റുകളും പല നിലക്കും നമ്മുടെ നാവിലൂടെ വരാറുണ്ട്. ഒന്ന് രണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് നമുക്ക് പിരിയാം. മനുഷ്യ ശരീരത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ ഒരുപാട് അവയവങ്ങളുണ്ട്. ഒരുപാട് അവയവങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ അവയവങ്ങളുടെ രാജാവാണ് ഖൽബ് എന്നത്. രാജാവ് എന്താണ് കരുതുന്നത്, പ്രജകളാകുന്ന മറ്റ് അവയവങ്ങൾ അത് നടപ്പിലാക്കുന്നു. ഒരു ഹറാമ് കാണാൻ വേണ്ടിയിട്ട് രാജാവ് നമ്മുടെ ഹൃദയത്തെ തോന്നിപ്പിക്കുമ്പോൾ അത് നമ്മൾ ചെയ്യും. അതേപോലെ പള്ളിയിലേക്ക് വരാനാണ് ഒരാളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്, രാജാവ് കൽകൊണ്ട് തോന്നിപ്പിക്കുന്നത്, അത് നമ്മൾ ചെയ്യും. അപ്പൊ നമ്മുടെ അവയവങ്ങൾ ഏറ്റവും ഒരു
ഏറ്റവും അനിവാര്യമായ ഒരു അവയവമാണ് നമ്മുടെ ഖൽബ്. ഈ ഖൽബിലേക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു അവയവമാണ് നാവ് എന്നുള്ളത്. നാവ് നന്നായാൽ നമ്മുടെ ഖൽബ് നന്നാവും എന്ന് മഹാരഥന്മാർ പറയുന്നുണ്ട്. ഈ ഖൽബിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ആ മാംസകഷ്ണം നന്നായാൽ ശരീരം മുഴുവനും നന്നായി. ആ മാംസകഷ്ണം കേടുന്നു വന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം സ്വഹാബ, വഹിയൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയമാണ് എന്നാണ്. ഹൃദയം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മുടെ ഹൃദയം ഓരോരുത്തരുടെ ഹൃദയം നന്നാക്കിയാൽ നമ്മുടെ വീട് നന്നായി, അയൽവാസികൾ നന്നായി, മഹല്ല് നന്നായി, അതേപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളും മറ്റുള്ള രാജ്യങ്ങളും പല സ്ഥലങ്ങളൊക്കെ നമ്മൾ നന്നാവരോടുകൂടെ എല്ലാ ആളുകളും മനസ്സിലാക്കുന്ന നന്നാവാനുള്ള ഖൽബ് നന്നാക്കി കഴിഞ്ഞാൽ ഒരു തിന്മയും ഇവിടെ ഉണ്ടാകുന്നതുമല്ല. അപ്പൊ ഏറ്റവും വലിയ ഒരു സ്വാധീനമാണ് നമ്മുടെ ഖൽബ് എന്നുള്ളത്. ഈ ഖൽബിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ നാവാണ് നമ്മൾ ഏറ്റവും പഴക്കത്തിനാക്കുന്നതും അത് തന്നെയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, തർബിയത്തൊക്കെ ചെല്ലണ്ടോ, സലാത്തൊക്കെ ചെല്ല, കുറച്ചേരെ പറഞ്ഞിട്ടു. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, അദ്ദേഹം മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. വലിയ മഹാൻ എന്ന് പറയാൻ കാരണം, പ്രവാചകത്വം ഹിക്മത്തും നീട്ടിക്കൊടുത്തപ്പോ പ്രവാചകത്വം വേണ്ട, എനിക്ക് ഹിക്മത്ത് മതി, എനിക്ക് തത്വജ്ഞാനം മതി എന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഏറ്റവും വലിയ മഹാനാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. ലുഖ്മാൻ എന്ന് പറഞ്ഞ സൂറത്തർത്ഥം ഇറങ്ങിയിട്ടുണ്ട് മഹാനെ പറ്റിയിട്ട്. അത്രത്തോളം മഹാനാണ് ആ മഹാൻ. ഒരു യജമാനന്റെ വീട്ടിൽ ഒരു ജോലിക്കാരനായിരുന്നു, അടിമയായിരുന്നു ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. ആ യജമാനന്റെ വീട്ടിലേക്ക് കുറച്ച് ആളുകൾ വന്നു, വിരുന്നുകാർ വന്നു. നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് പോലെ കുറച്ച് ആളുകൾ വന്നു. വിരുന്നുകാർ വന്നാൽ അവരെ നമ്മൾ ആദരിക്കുകയാണല്ലോ, വേണ്ട രൂപത്തിൽ നല്ല സൽക്കാരം നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത്. എന്നതുപോലെ ലുഖ്മാനെ വിളിച്ചുകൊണ്ടിട്ട് ആ യജമാൻ പറഞ്ഞു, ലുഖ്മാനെ, നമ്മളെ കാണുന്നത് നമ്മളെ തോട്ടിൽ പോയിക്കൊണ്ട് ആടിനെ നീ അറക്കണം. ആ ആടിനെ നീ അറക്കണം മാത്രമല്ല, ആ ആട്ടിറച്ചിയിൽ നിന്നിട്ട് ഏറ്റവും നല്ല മാംസം നീ വേവിക്കണം. സുഭിക്ഷമായിട്ട് ഉണ്ടാക്കുകയും രുചിയോടുകൂടെ നീ ഉണ്ടാക്കുകയുമെന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തോട്ടിൽ പോയിട്ട് ആടിനറുത്തു. ആടിനറുത്തതിന് ശേഷം ലുഖ്മാനുൽ ഹക്കീം എല്ലാ മാംസം ഒഴിവാക്കി ഒരു മാംസം എടുത്തു. ഏത് മാംസം? നാവ് എടുത്തു. ആടിന്റെ നാവിനെടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? നല്ല ഉഷാറായിട്ട് സൽക്കാരം ചെയ്തു കൊടുത്തു. സുഭിക്ഷമായി ഭക്ഷണം ഉണ്ടായി കൊടുത്തു. ആ വിരുന്നിന് പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ലുഖ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ടിട്ട് പറഞ്ഞു, ലുഖ്മാനെ, കുറച്ച് ആളുകളും അതിഥികൾ ഇന്ന് വരുന്നുണ്ട്, അവർക്കും നല്ല ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ലുഖ്മാനെ, നീ ആടിൽ നിന്നിട്ട് മോശപ്പെട്ട ഇറച്ചി നീ എടുക്കാനും പറഞ്ഞു. അപ്പോഴും മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എടുത്തതും നാവാണ്. എടുത്ത ആ ഇറച്ചി നാവിനെടുത്ത സമയത്ത് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ ഏറ്റവും നല്ല മാംസം എടുക്കാൻ പറഞ്ഞപ്പോൾ നീ നാവാണല്ലോ എടുത്തത്. ഏറ്റവും മോശപ്പെട്ട ഇറച്ചിയും എടുക്കാൻ പറഞ്ഞപ്പോ അത് നാവാണല്ലോ എടുത്തത് എന്ന് പറഞ്ഞപ്പോൾ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നാവ് നന്നായാൽ ശരീരം നന്നാകുന്നതാണ്. മനുഷ്യന്മാരുടെ ശരീരം നന്നാവാനുള്ള കാരണം നാവാണ്. ആ നാവിനെ അടക്കി വെച്ചാൽ ശരീരം നന്നാകും. നേരെ മറിച്ച് എല്ലാ നിലക്കും കുറ്റപ്പെടുത്തുന്ന
കേൾക്കുന്ന സംസാരം സംസാരിക്കുന്നവരുണ്ടല്ലോ, അവർ ചെയ്യുന്നത് ദോഷമാണ്, തെറ്റാണ്. അവന്റെ ശരീരം മുഴുവനും നാറുന്നതാണ് എന്ന് മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഒന്നാലോചിച്ചു, നല്ല മാംസം എടുക്കാൻ പറഞ്ഞപ്പോൾ നാവറച്ചെടുത്തു, മോശപ്പെട്ട ഇറച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ നാവറച്ചെടുത്തു. നന്നാക്കൽ കൽബാണ്. കൽബ് നന്നാവുമ്പോൾ നമ്മുടെ നാവ് നന്നാവും. അല്ലാഹു നമ്മുടെ നാവ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ നാവ് നന്നാക്കി തരട്ടെ. എന്ന് ആലോചിച്ചു നോക്കും. എത്രത്തോളം എന്ന് പറഞ്ഞോ, നാവ് നന്നായിട്ടില്ലെങ്കിൽ ശഹീദായിട്ടും കാര്യമില്ല. നാവ് നന്നായിട്ടില്ലെങ്കിൽ ഷഹീദായി മരിച്ചാലും കാര്യമില്ല. നബിയും സഹാബികളും യുദ്ധത്തിന് പോയി. ഒരു ചെറുപ്പക്കാരൻ പടപെട്ടി ശത്രുവിന്റെ വെട്ടുകാരണത്താൽ ഭൂമിയിൽ നിന്നിട്ട് വിട പറഞ്ഞു പോയിട്ട് വീട്ടിലേക്ക് ആ മയ്യത്തിനെ കൊണ്ടുവന്നു ഉമ്മാനെ കാണിപ്പിക്കാൻ വേണ്ടി. ഉമ്മാനെ കാണിപ്പിച്ച സമയത്ത് ഉമ്മ പറയാൻ തുടങ്ങി, നീ ശഹീദായി മരിച്ചതാണല്ലോ, നിനക്ക് സ്വർഗമാണല്ലോ, നിനക്ക് ബേജാറല്ലല്ലോ, ഒരു ബുദ്ധിമുട്ടും സഹിക്കേണ്ടി വരില്ലല്ലോ, നീ ശഹീദായത് കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. എന്താ കാരണമെന്നറിയുമോ? നീ സ്വർഗീയ ലോകത്തേക്കാണ് പോകാനുള്ളത്, അതുകൊണ്ട് നിന്റെ മരണത്തിൽ ഞാൻ ക്ഷമിക്കുന്നു. ഇത് പറഞ്ഞു കേട്ട് കേട്ടിട്ടാണ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. ഈ ഉമ്മ പറഞ്ഞത് സത്യമാണ്. സ്വർഗത്തിന്റെ അഹ്ലുകാരാണ് ഷഹീദായി മരിച്ചാൽ അവിടുന്ന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, വളരെ ഭാഗ്യമുള്ള വ്യക്തിയാണ് എന്നൊക്കെ ഉമ്മ പറഞ്ഞപ്പോ ഉമ്മാനോട് പറഞ്ഞു, മകനുണ്ടല്ലോ, നാവിനെ വേണ്ട രൂപത്തിൽ പ്രയോഗിക്കാത്തതിന്റെ കാരണത്താൽ അല്ലാഹു ഈ ചെറുപ്പക്കാരനിക്ക് സ്വർഗം തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹീദായോണ്ട് കാര്യമില്ല, നാവിനെ നന്നാക്കണം നമ്മൾ. അല്ലാഹു നമ്മുടെ നാവിനെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ നാവിനെ നന്നാക്കി തരട്ടെ. ഒരു സഹാബി വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനീ ബിഅമലി യദ്ഖുലുൽ ജന്ന, എനിക്ക് വേഗം സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുന്ന ഉതകുന്നതായ ഒരു അമൽ നബിയെ നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് റസൂലുള്ളാഹി പറഞ്ഞതെന്താണെന്ന് അറിയുമോ? അംസിക് അലൈക ഹാദാ വഅശാറ ഇലാ ലിസാനിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാവിനെ എടുത്തുകൊണ്ടിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത്, നിന്റെ നാവിനെ നീ അടക്കി വെക്കുക, നീ വേണ്ട രൂപത്തിൽ അതിനെ പ്രയോഗിക്കുക. നബി തങ്ങളുടെ വായിലേക്ക് വിരൽ വെച്ചുകൊണ്ട് നാക്കിലേക്ക് വലിച്ചുകൊണ്ടിട്ട് പറയുകയാണ്, നിന്റെ നാവിനെ നീ സൂക്ഷിച്ചോ, എന്നാൽ നിനക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ സാധിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മളിലേക്കൊന്ന് എടുത്തു നോക്കോ. നിസ്കരിക്കാത്ത ഇബാദത്ത് ചെയ്യാത്ത ആളുകളെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. തത്വങ്ങളിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാത്ത ആളുകൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. എപ്പോഴും ഹറാമുകൾ ചെയ്യുന്ന പല ബേക്കുത്തുകൾ ചെയ്യുന്ന ആളുകൾ ചർച്ച ചെയ്യേണ്ടതില്ല. നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരാണെന്നറിയുമോ? നിസ്കരിക്കുന്ന ദിക്റുകൾ പറയുന്ന, സ്വലാത്തുകൾ പറയുന്ന, തഹജ്ജുദുകൾ നിസ്കരിക്കുന്ന, എപ്പോഴും സുന്നത്തും ഫർദ് കൊണ്ട് ജീവിതത്തിൽ മുന്നേറുന്നതായ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയണം, നമ്മുടെ നാവിനെ നമ്മൾ അടക്കി വെച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന നിസ്കാരമൊന്നും അല്ലാഹു സ്വീകരിക്കുന്നതല്ല. നാളെ മഹ്ശറ വൻസഭയിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ താഴ്ഭാഗത്ത് നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വർഗ്ഗമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിരിക്കുന്ന വേളയിൽ ഇങ്ങനെ പ്രതീക്ഷയിലൂടെ നിൽക്കുമ്പോ നമ്മുടെ നന്മയും ചിന്മയും തൂക്കുമ്പോ അല്ലാഹുവേ ചെയ്ത ഇബാദത്തെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചെയ്തു പോയ സകലമായ ഇബാദത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. കാരണമെന്താണെന്നറിയുമോ? പള്ളിയിൽ നിന്നിട്ട്
കൊണ്ടിട്ട് നിസ്കരിച്ച് അത് ജമാഅത്തിന്റെ ഇമാമിന്റെ പിന്നിൽ നിന്ന് കൊണ്ടിട്ട് 27 ഇരട്ടി പ്രതികളുള്ളതായ ഫർദ് നിസ്കാരത്തിന്റെ പിന്നിൽ ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ചുകൊണ്ട് നേരെ അങ്ങാടിയിലേക്ക് പോകുകയാ. പോയിക്കൊണ്ടിട്ട് പല ആളുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു, ഗീബത്തുകൾ പറയുന്നു, നമീമത്തുകൾ പറയുന്നു, കുറ്റപ്പെടുത്തുന്നു, ഇവഴ്ത്തുന്നു. നമ്മൾ നിസ്കരിച്ച ഇന്നത്തെ മഗ്‌രിബുണ്ടല്ലോ അതോടുകൂടെ ഫസിലായി പോകുന്നതാണ്, ബാത്തിലായി പോകുന്നതാണ്. അങ്ങനെ ഓരോ ഇബാദത്തുകളും നമ്മളെല്ലാതെല്ലാം ചോർന്ന് ഒളിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഞാൻ ഗീബത്തല്ല പറയുന്നത് എന്ന് പറയുന്നത് പച്ചമാംസം കൊത്തിവലിക്കും ചെയ്യുമോനെ, ഓനെ പറ്റി കുറ്റം പറയല്ല ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് പറയാൻ തുടങ്ങുന്നു ആന്റെ ഉപ്പാനെ സംബന്ധിച്ച് ഓൻ അങ്ങനെ തന്നെയായിരുന്നു, ആ തറവാട്ടേറെ അങ്ങനെ തന്നെയായിരുന്നു. ഇനി പള്ളിക്കത്ത് ഉസ്താദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഉസ്താദ്മാരൊക്കെ അങ്ങനെയാണ്, ഉസ്താദ്മാരൊക്കെ ഇപ്പൊ അങ്ങനെയാണ്. കുറച്ചൊക്കെ മുസ്ലിംസുള്ള ആളുകളുണ്ടായിരുന്നു. ഇപ്പത്തെ കാലഘട്ടത്തിൽ ഇഖ്ലാസുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെത്തുന്ന ആളുകളുണ്ടാവും. നിങ്ങളല്ലട്ട് പറയണത്, നിങ്ങളല്ല ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കണം. നമുക്ക് കണ്ട ഇഖ്ലാസുള്ള ആൾക്കാരാണ്, അത് നമ്മൾ നന്നാക്കി തെറ്റ്. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കണം. ആരെ പറ്റി കുറ്റം പറയണ്ട, ആരെ പറ്റി പറഞ്ഞു ഉസ്താദന്മാരൊക്കെ പറ്റി പറഞ്ഞു പോലെ ഈ വിവരമുള്ള ആൾക്കാരെ കാരണം നമുക്കാണെങ്കിലും ഫാത്തിഹ സൂറത്ത് പോലും അറിയില്ല. എന്നിട്ടാണ് ഓല് പറഞ്ഞ കാര്യം ശരിയായിട്ടില്ല. ആരാ പറയണത്? മാതിരിയാർക്കും ഫാത്തിഹ സൂറത്ത് പോലും അറിയാത്തവരാണ് പറയണത്. ഓല് കാട്ടണമെന്നും ഇപ്പൊ ശരിയല്ല. ഓലൊന്നും ഇപ്പൊ കാട്ടണമെന്നും എന്തിനോ മാതിരിയാണ്, ഇപ്പോഴൊന്നും ശരിയല്ല. അത് നമ്മൾ വിലയിരുത്തണ്ട. അതിനൊക്കെ ആലിമീങ്ങളില്ലേ, ഉസ്താദന്മാരുണ്ട്, മറ്റുള്ള സയ്യിദന്മാരുണ്ട്, അവർ വിലയിരുത്തട്ടെ. എന്നിട്ടായിരിക്കണം നമ്മുടെ പ്രചോദനങ്ങളൊക്കെ വേണ്ടത്. ഒരാൾ ഇകഴ്ത്തി സംസാരിക്കരുത്, ഒരാളെ കുറ്റപ്പെടുത്തരുത്. നമ്മൾക്കാണ് അതിന്റെ നഷ്ടം എന്നുള്ള ബോധം ഉണ്ടാവാം. ഇനി ഗീബത്ത് വന്നാൽ എന്താ? ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത റസൂലുള്ളാഹി പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദിക്റുക അഖാക ബിമാ യക്റഹു, മറ്റുള്ള സഹോദരക്ക് ഓർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വാക്ക് സംസാരിക്കുക. ഇനി ഒരാൾ ഒരു ടൈറ്റായിട്ട് വിളിക്കുക, ടൈറ്റ് പേര് നിങ്ങളെന്താ പറയല്ലേ, നിങ്ങളെന്താ പറയുക, രണ്ട് പേരെന്താ എട്ടപ്പേര്. ഒരാളെ എട്ടപ്പേര് വിളിച്ച് നോക്കി ഇഷ്ടമില്ല കുട്ടികളെ, ഇഷ്ടമില്ല എന്നുള്ള വിവരം നമുക്ക് അറിയും ചെയ്യാം. ഓനെ എട്ടപ്പേര് വിളിച്ചത് ഇഷ്ടമില്ല. എന്നിട്ട് നമ്മൾ ഓനെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ദോഷം ചെയ്യും. നാളെ മഹ്ശറിൽ എല്ലാവരും പ്രയാസപ്പെട്ട് ഇങ്ങനെ ഇടങ്ങാറിട്ടിരിക്കുമ്പോൾ എവിടുന്ന ഒരു പിടിവിളി കിട്ടുക, എവിടുന്നാണ് ഇങ്ങനെ അന്വേഷിക്കായിരിക്കും. അവിടെ നിന്നാണ് എൻ്റെ എറ്റപ്പെട്ട് എനിക്കിഷ്ടമല്ല അവനോട് ഞാൻ പറഞ്ഞു എൻ്റെ പേര് വെച്ചിരുന്നു. അപ്പോൾ ഒരു പുരസ്കാരത്തിൻ്റെ പ്രതിഫലം ഇത് കാട്ടെ, അവിടുന്ന് ചോദിച്ചു വാങ്ങും നമ്മളേക്കൊന്ന്. അള്ളാഹ് കാക്കട്ടെ, അള്ളാഹു കാത്ത് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എട്ട് പേര് വിളിക്കാനും പോകണ്ട. ഓനക്ക് ഇഷ്ടമല്ലാത്ത വാക്കെന്താ അത് നമ്മൾ സംസാരിക്കരുത്. ഇനിയിപ്പോൾ കള്ളുടിച്ചോൻ തന്നെ ആയിക്കോട്ടെ, ഓനൊരു കള്ളുടിയനാണ് അല്ലെങ്കിൽ കള്ളുടിയൻ്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിലയിരുത്തണ്ട. എന്നാൽ അവർക്ക് പെണ്ണൊടുക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടാ. കള്ളുടിച്ചവർക്ക് പെണ്ണൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് മറ്റുള്ള ആൾക്കാർ പറയാം ആ രൂപത്തിൽ പെണ്ണൊടുക്കുന്ന വിഷയത്തിന് അന്വേഷിക്കണം. പള്ളിക്കത്ത് ഉസ്താദന്മാർ കാരണന്മാരെ അന്വേഷിക്കണം. അപ്പോൾ നമുക്ക് സത്യമായിട്ട് തന്നെ പറയണം. നമ്മളെ മകള് അല്ലെങ്കിൽ ഈ അടുക്കളയിൽ നിൽക്കാനുള്ളതാണ്, ഓൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ റാഹത്ത് കിട്ടണമെങ്കിൽ നമ്മൾ പറയണം. അത് നമ്മളെ അനിവാര്യതയാണ്. എല്ലാ നേരത്തൊക്കെ ഇങ്ങനെ ഫ്ലക്സ് അടിച്ച് ഓൻ കള്ളുടിയാണ് അല്ലെങ്കിൽ ഓൻ അങ്ങനെയാണ് എന്നുള്ള സംസാരം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനേ പാടില്ല. ഉണ്ടാകട്ടെ. അല്ലാഹു കാത്ത് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യം വിശ്വസിച്ച ആളുകളെ. ആരെ വിളിച്ചത്? നമ്മളെ വിളിക്കാം, നമ്മളെ പേര് വിളിച്ചിട്ട് സത്യം വിശ്വസിച്ച ആളുകൾ. അതുപോലെ ആരാത്യം വിശ്വസിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കൊണ്ട് അംഗീകരിച്ച ആളുകളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, മറ്റുള്ളവരെ കുറിച്ചുള്ള ധാരണകൾ നിങ്ങൾ മാറ്റിവെക്കണം.
മറ്റുള്ളവരെ കുറിച്ചുള്ള ധാരണകൾ നിങ്ങൾ മാറ്റിവെക്കണം. അത് ഏറ്റവും വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ്, അത് കുറ്റകരമാണ്. മറ്റുള്ളവരായി തെറ്റിദ്ധാരണ നമ്മൾ മാറ്റിവെക്കണം. നിങ്ങൾ ബുദ്ധി അന്വേഷിക്കുകയും ചെയ്യരുത്, ഒരു നിലക്ക് ബുദ്ധി അന്വേഷിക്കുകയും ചെയ്യരുത്. ചില ആളുകൾ ചിലരെ സംബന്ധിച്ച് ബുദ്ധി അന്വേഷിക്കരുത്. ഖുർആനാണ് പറയുന്നത്, അന്വേഷിക്കരുത്. മരിച്ചു കിടക്കുന്നതിന്റെ സഹോദരന്റെ പച്ചമാംസം നീ തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പച്ചമാംസം തിന്നാൻ, മയ്യത്ത് കിടക്കുന്നതിന്റെ സഹോദരന്റെ പച്ചമാംസം തിന്നാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അത് നിനക്ക് വെറുപ്പില്ലേ? അതുകൊണ്ട് നിങ്ങൾ ആ പണി നിങ്ങൾ എടുക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. എന്നിട്ട് പറയുന്നത് അല്ലാഹുവിനെ സൂക്ഷിച്ചോ, അല്ലാഹുവിനെ സൂക്ഷിക്കുക. നമ്മൾ ഇവിടുന്നൊക്കെ ഉഷാറായിട്ടൊക്കെ പറയും, നാളെ മഹ്ശറിൽ വലിയ എടുക്കേണ്ടി വരും. ഒറ്റ ചരിത്രന്മാരി പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബ കിറാമൊക്കെ യാത്ര പോവുകയാണെങ്കിൽ, ഒരുപാട് ദിവസങ്ങളോടുള്ള യാത്രക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പാവപ്പെട്ട സ്വഹാബികളുണ്ടാവും, മുതലാളിമാരെ സ്വഹാബികളുണ്ടാവും. രണ്ടും മുതലാളിമാർക്ക് ഒരു പാവപ്പെട്ട സ്വഹാബിനെ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ഓല ജീവിതം അങ്ങനെ കഴിഞ്ഞോട്ടെ. അങ്ങനെ ഇട്ട് കൊടുത്തൊരു സഹാബിയായിരുന്നു സൽമാൻ ഫാരിസി. സൽമാൻ ഫാരിസി റളിയല്ലാഹു. അങ്ങനെ എന്ത് ചെയ്തു? അവർ തമ്പെട്ടി ഉഷാറായിട്ട് എന്ത് ചെയ്യും? ഒരു നേരം ഭക്ഷണം കഴിച്ചു. മറ്റ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? സൽമാൻ ഫാരിസി റളിയല്ലാഹു ക്ഷീണം വന്ന കാരണത്താൽ ഉറങ്ങി. സൽമാൻ ഫാരിസിന് ഉണ്ടാക്കേണ്ടത്, പാവപ്പെട്ട ആൾക്കാരാണ് ആ നിലക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു ഉറങ്ങിനാണ്. ഉറങ്ങിയിട്ട് എന്ത് ചെയ്തു? ഈ രണ്ട് മുതലാളിമാരുടെ റൂമൊക്കെ എടുക്കാൻ വന്നതിന് ശേഷം സൽമാൻ റളിയല്ലാഹു അൻഹു ശകാരിച്ചു, ചീത്ത പറയാൻ തുടങ്ങി. എന്തുണ്ടാക്കായിരുന്നു? അങ്ങനെ ഇങ്ങനെ എന്നുള്ള ഒരു മനസ്സിൽ തോന്നലുണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു? സൽമാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പറഞ്ഞയച്ചു. നബി തങ്ങളുടെ ടെൻറ്റിൽ ഭക്ഷണം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് ചെന്നപ്പോഴും അവിടെ നിന്നില്ല, ഭക്ഷണമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായി നബിയെ, ഭക്ഷണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ഹബി ഇലാ ഉസാമത്ത് ബിൻ സൈദ്. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു പോയി നോക്കി. അദ്ദേഹം നല്ലോണം ഭക്ഷണം പാകം ചെയ്യുന്ന ആളാണ്, കൂടുതൽ ഉണ്ടാക്കുന്ന ആളാണ്. അവരിലേക്കൊന്ന് പോയി നോക്കിയാൽ മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു അവരിലേക്ക് പോയപ്പോഴും അവിടെ ഈ ഭക്ഷണം തീർന്നിട്ടുണ്ട്. തീർന്ന വിവരം ആരോട് പറഞ്ഞു? ഈ സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുതലാളിമാരോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ നിബിധങ്ങളിലേക്ക് പോയി, അവിടെ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ പോയി, അവിടെ ഒന്നും ഭക്ഷണമില്ല. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഓരിങ്ങനെ വിലയിരുത്തി. മുതലാളിമാർക്ക് അറിയില്ല, മറ്റൊരു മുതലാളിനെ അറിയാലോ. ഓന് സംഗതി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ്, പക്ഷേ നമ്മളെ പറ്റിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. ഈ വിവരം യഥാർത്ഥമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉസാമ റളിയല്ലാഹു അൻഹുവിലേക്ക് പോവാണ്. ആര്? മുതലാളിമാര് പോണത്. പോണ വഴിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻ്റ് ഉള്ളത്. അവിടുന്ന് പറഞ്ഞത്ര ഉസാമ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ഉണ്ടാവുകാർ അങ്ങനെ ഒരു ഊഹാപോഹം വെച്ചിട്ടാണ് പോകുന്നത്. പോകുന്ന വേളയിൽ സമീഹ എന്ന് പറഞ്ഞതായ ഒരു കിണർ, ആ കിണറിൻ്റെ അരികിലൂടെ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞായി പോയാണെങ്കിൽ ആ കിണർ മുഴുവനും പറ്റി വരണ്ടുന്നതാണ് എന്ന് പറഞ്ഞു. ഏതുപോലെ നമ്മൾ പറയില്ലേ, അന്നെ വളർത്തുന്നവരെ വലിയൊരു ആടിനെ വളർത്താണ്, അതായിരിക്കും നല്ലതെന്ന് പറയില്ലേ എന്ന രൂപത്തിൽ അതിലൂടെ സൽമാൻ പോവുകയാണെങ്കിൽ ആ കിണർ പറ്റാത്ത കിണറാണ് സമീഹ എന്നുള്ള, ആ കിണർ പോലും പറ്റുമെന്ന് പറഞ്ഞ വിവരം ആരും അറിഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നതാണ്. കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങളെ വാഴയിൽ ഒരുപാട് മാംസത്തിന്റെ കഷ്ണം ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അവിടുന്ന് പറയുകയാണ്,
നബിയെ നബിയെ ഞങ്ങളൊന്നും തിന്നിട്ടില്ല, അല്ലാഹു സാക്ഷി, അല്ലാഹു സാക്ഷി എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദ്യം ഒന്നു അവർക്ക് മനസ്സിലായില്ല. ചോദ്യം ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾ പാവപ്പെട്ട സൽമാൻ നിങ്ങൾ എന്താ പറഞ്ഞത്? പാവപ്പെട്ട സൽമാൻ എന്താ നിങ്ങൾ പറഞ്ഞത്? അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെ സഹോദരനാണ് സൽമാനെ. സൽമാനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? മരിച്ചു കിടക്കുന്നതായ ശവത്തെ തിന്നുന്ന രൂപത്തിലുള്ളതായ പ്രവണതയാണ് നിങ്ങളെ കരികൾ ഞാൻ കണ്ടത്. അതുകൊണ്ട് സൽമാനിന്റെ അരികിലേക്ക് നിങ്ങൾ പോകണം. സൽമാനോട് പൊരുത്തം ചോദിക്കാൻ നിങ്ങൾക്ക് സ്വർഗമില്ല എന്നവരോട് പറഞ്ഞപ്പോൾ ഒരു മുഖം താഴ്ത്തി എന്ന. അപ്പോഴാണ് നേരത്തെ ഓതിയതായ പരിശുദ്ധ ഖുർആനിലെ ആയത്തറുള്ളത്, പരസ്പരം ഊഹാപോഹം വെക്കരുത്, മറ്റുള്ള ഇകഴ്ത്തി സംസാരിക്കരുത്, ബുദ്ധി അന്വേഷിക്കരുത് എന്നുള്ള ആ പരിശുദ്ധ ഖുർആനിലെ ആയത്തറുന്നത് അവിടുന്നാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ ശരിയാണെന്ന് തോന്നിയൊക്കെ തെറ്റേകരം. അപ്പോൾ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ വിശ്വനാഥീശ്വരൻ പറയുന്നുണ്ട്, ആർക്ക് ഒരു വ്യഭിചാരിക്ക് പുറത്തു കൊടുത്താലും ഗീബത്ത് പറയുന്ന ആൾക്ക് പുറത്തു കൊടുക്കില്ല. കാരണം വ്യഭിചാരി വാതിലടിച്ച് അള്ളാഹിനോട് പറഞ്ഞാൽ മതി, അള്ളാഹുവേ ഞാൻ തെറ്റ് ചെയ്തു, നിങ്ങളോട് തെറ്റ് ചെയ്ത് ഉറപ്പിച്ച് പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ കണ്ണുനീർ ഒപ്പിച്ച് ഹാലിക്കായ റബ്ബിനെ ഉദ്ദേശിച്ച് കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ പഠിച്ചുകൊണ്ട് പുറത്തു കൊടുക്കും. എന്നാൽ കുറ്റം പറയുന്ന ആളുകൾ എത്ര നാൾ വരെ കരഞ്ഞിട്ടും പഠിച്ചും പുറത്തു കൊടുക്കൂല. കാരണം എന്താണെന്ന് അറിയുമോ? ഈ ഗീബത്ത് പറഞ്ഞ ആളോട് പൊരുത്തം ചോദിക്കാതെ അല്ല പുറത്തു കൊടുക്കൂലെന്നാണ് മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും ഇനി അഥവാ അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം, വേണം ഞാൻ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നാളെ രക്ഷപ്പെടണം, സ്വർഗം കിട്ടണം, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, പൊരുത്തപ്പെട്ടേനാ ഞാൻ ചിലപ്പോൾ 2 ലക്ഷം ചോദിക്കുന്നത് കൊടുത്തോളാം. നമ്മൾ എന്തിനാ നമ്മളെ പണിക്ക് നിൽക്കണം? നമുക്ക് നമ്മളെ കാര്യം നോക്കിയ പോലെ, അതേപോലെ തന്നെ നമ്മളെ മറ്റുള്ള കുടുംബത്തിൻ്റെ നമ്മളെ കുടുംബം നോക്കിയ പോലെ മറ്റുള്ള കുടുംബം നമ്മൾ ചികഞ്ഞ് അന്വേഷിക്കണോ? വേണ്ട. 1 ലക്ഷം ചോദിച്ച് കൊടുത്തോണം. നമ്മൾ എന്നാലും രക്ഷപ്പെടുകയും പൊരുത്തം തരുമ്പോൾ കൊടുത്തോണം. മഹാനായ ഒരു ഒറ്റ ചരിത്രമായി പറഞ്ഞാണ്ട് ഇതിൻ്റെ വിഷയം അവസാനിപ്പിക്കണം. എന്നാൽ മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു വളരെ പണ്ഡിതനാണ്, ഒരുപാട് ശിക്ഷണങ്ങളുള്ളതായ, അതേപോലെ തന്നെ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ദർസിൽ ഓടിപ്പതിക്കുന്ന ആളാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. അങ്ങാടിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ശിഷ്യൻ വരും, ഉസ്താദ് ഇങ്ങനെ കുറ്റപ്പാടിങ്ങനെ കേൾക്കും. ഉസ്താദ് പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പാടിങ്ങനെ കേൾക്കും. ഒരു ആചാരാണ് അല്ല, ഒരു കാക്ക എല്ലാ ദിവസവും കുറ്റം പറയും. പക്ഷേ കുറ്റപ്പാടങ്ങനെ മുത്താലും ഒരു ദിവസം ഇങ്ങനെ ഒഴിവാക്കി വിട്ടു. ഒരു ദിവസം ഉസ്താദിനെ പറഞ്ഞ മുത്താലിമിക്ക് പറ്റില്ല. അങ്ങനെ മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് വിവരം പറഞ്ഞു, തങ്ങളുടെ ഉസ്താദെ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന ആൾ നിങ്ങളെ പറ്റി കുറ്റം പറയുന്നുണ്ട്, ഇകഴ്ത്തി സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഹസൻ ബസ്രി നേരെ റോഡിലേക്ക് അങ്ങാടിയിലേക്ക് പോവുകയാണ്. ആ മനുഷ്യനെ കണ്ടപ്പോ സലാം പറഞ്ഞു. പോകുന്ന സമയത്ത് ഹൽവയും വാങ്ങി, ഒരു മധുരമുള്ള ഹൽവണ്ടല്ലോ, അത് വാങ്ങിയിട്ടാണ് പോകുന്നത്. സലാം പറഞ്ഞു, സലാം അലൈക്കും, ഞാനാണ് നിങ്ങളെ ഉസ്താദ് ഹസൻ ബസ്രി, ഞാന് സലാം പറഞ്ഞ സമയത്ത് നിങ്ങൾ എന്നെ പറ്റിയൊക്കെ നല്ലോണം കുറ്റം പറയുന്നുണ്ടല്ലേ, ഇകഴ്ത്തി സംസാരിക്കുന്നുണ്ടല്ലേ, എനിക്ക് നാളെ നിങ്ങൾക്ക് എന്താൻ പറ്റൂല, ഇതിന്റെ പ്രതിഫലം എനിക്ക് തരാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ വക എനിക്കട്ടെ, എനിക്കെന്തെങ്കിലും ഹൽവ എന്റെ വക നിങ്ങൾക്ക് ഇരിക്കട്ടെ. കാരണം നിങ്ങളുടെ നന്മ മുഴുവനും എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യുപകാരം എന്നുള്ള നിലക്കാണ് ഞാൻ നിങ്ങൾക്ക് ഹൽവ തരുന്നത്. അതുകൊണ്ടിട്ടാണ് ഗീബത്തിനെ സംബന്ധിച്ച് ഇത്രത്തോളം ഗൗരവമായിട്ട് റസൂലുള്ളാഹി എഴുതിയിട്ടുള്ളത്. റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞാൽ ഒരുപാട് ദർജകളും ഇബാദത്തും സുഹൃതങ്ങളും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നല്ല റാഹത്തായ രൂപത്തിൽ ജീവിതം മുന്നോട്ട് നടന്നാൽ മരണപ്പെട്ടു പോയ റസൂലുള്ളാഹി സഹാബികളോട് ചോദിച്ചു, സഹാബികൾ ചോദിച്ചു, നബിയെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാ? മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാ? പാപ്പരായ മനുഷ്യൻ ആരാണെന്നറിയുമോ? സഹാബികൾ പറഞ്ഞു, ബൽ ദിർഹമ വലാ ദീനാറ, പൈസല്ല
ഇല്ലാത്ത ആള് ഒരു നിലക്കും പൈസ ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഉദ്ദേശിച്ച മുഫ്ലിസ് സ്വഹാബ നിങ്ങൾ പറഞ്ഞ ആളല്ല. യഥാർത്ഥത്തിലുള്ള മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? എല്ലാ നിലക്കും റാഹത്തായ രൂപത്തിൽ നല്ല നിലക്ക് ജീവിച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ളവനെ കുറ്റപ്പെടുത്തി എഴുതി സംസാരിക്കുകയും ചെയ്ത ആളുകള് നാളെ മഹ്ശറിലേക്ക് കടന്നു വരികയാണ്, കൊണ്ടുവരികയാണ്. ഈ മനുഷ്യൻ സ്വർഗത്തിന്റെ ഒരു കാരാണെന്നൊക്കെ വിധി എഴുതിയിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുന്ന ഇന്ന മനുഷ്യനാണ് ഹിസാബ് എടുക്കുന്നത്. ആർക്കെങ്കിലും ചോദിച്ചു വാങ്ങാനുണ്ടോ, എന്തെങ്കിലും ഇടപാടുകൾ തീർക്കാനുണ്ടോ എന്ന സമയത്തായിരിക്കും നമ്മളെന്താ ഒരുപാട് ആളുകൾ വരി നിന്നുകൊണ്ടിട്ട് എന്നെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഇവര് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വരി അങ്ങ് നിൽക്കുമ്പോ നാളെ മഹ്ശറ വൻസമയം നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് ഇവൻ തഹജ്ജുദ് നിസ്കരിക്കുന്ന ദിക്റുകൾ പറഞ്ഞതായ ദിക്റിന്റെ പ്രതിഫലമുണ്ടല്ലോ, ആരെ പറ്റിയാണോ കേട്ടി പറഞ്ഞത് കുറ്റം പറഞ്ഞത് ഈ മനുഷ്യനേക്ക് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞില്ല മുഅ്മിനീങ്ങളെ ഇവന്റത് കൊടുത്തു എല്ലാം തീർന്നു പോയി. ഇനി അമലൊന്നുമില്ലല്ലോ. എന്നിട്ടും ആളുകളുടെ വരുന്നിട്ടില്ല. കുറ്റം പറഞ്ഞ ആളുകൾ ഇനിയും കടന്നു വരുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടുന്ന പണി എന്താണെന്നറിയുമോ? ആരെ സംബന്ധിച്ചാണ് കുറ്റം പറഞ്ഞത്? ഇവന്റെ കുറ്റമുണ്ടല്ലോ. അതായത് പറഞ്ഞ ആളുകൾ ഇബാദത്ത് ചെയ്യാത്തവരായിരിക്കും, നിസ്കരിക്കാത്തവരായിരിക്കും, മറ്റുള്ള സുഹൃത്തുക്കൾ ചെയ്യാത്തവരായിരിക്കും. ഇവന്റെ തെറ്റുകൾ മുഴുവൻ തഹജ്ജുദ് നിസ്കരിച്ച ദിക്റുകൾ പറഞ്ഞ മറ്റു ഇബാദത്തുകൾ ചെയ്ത ആളിലേക്കൊന്ന് ചാർത്തി കൊടുക്കുമ്പോ ഇവൻ നിൽക്കുന്നത് ഏത് നരകത്തിന്റെ അഹലുകാരായി പുറമെന്ന് സബാനിയത്തിന്റെ മാലാഖന്മാർ വന്നുകൊണ്ട് അവനെ ജഹന്നമിലേക്ക് വലിച്ചെറിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ നാവിനെ നമ്മൾ അടക്കി വെക്കുക. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു നമ്മുടെ നാവിനെ നന്നാക്കി തരട്ടെ. മറ്റുള്ളവന്റെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കാൻ പോകണ്ട. അവർ ആലിമീങ്ങളാണെങ്കിൽ ആലിമീങ്ങളെ തിരുത്തിക്കോളും, നമ്മൾ തിരുത്താൻ പോകണ്ട. അല്ലാഹു കാത്തു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ